നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു പൈനാപ്പിൾ വൈൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് ഞാൻ ഇതേപോലത്തെ 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ പൈനാപ്പിളൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഒരു ഇഞ്ചി വേണേ. ഇതിലേക്ക് ഞാനൊരു 600 ഗ്രാം ഇഞ്ചി എടുത്തിട്ട് നന്നായി കഴുകി ഉണക്കി അതേപോലെ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചതാട്ടോ. അതും കൂടി വേണം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് 6 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 20 ഗ്രാം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 20 ഗ്രാം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർക്കാനാണ്. ഇതും കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടി. ഇതിലേക്ക് ഇനി 200 ഗ്രാം ഗ്രേപ്സ് വേണം. ഡ്രൈ ഗ്രേപ്സ് ആണ്. അത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് ആക്കുന്നുണ്ട്. ഇതെല്ലാതും കൂടി ചേർത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാൻ 3 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിപ്പോൾ കണ്ടോ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായി തിളച്ചതിന് ശേഷം 2 മിനിറ്റ് തിളപ്പിക്കണേ, ലോ ഫ്ലെയിമിലിട്ടിട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് ഭരണിയിലേക്ക് ആക്കേണ്ടത്. ഭരണി നമ്മൾ ആക്കുന്ന ഭരണി നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഉണക്കി വെക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഭരണി ഉണക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കണ്ടോ തിള നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് തിളക്കട്ടെ. ഇവിടെ ഭരണിയും തുണിയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം ഭരണിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. 10 ദിവസത്തെ പ്രോസസ്സാണ്. ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഭരണിയിലാക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇത് ആറിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചൂട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലേക്ക് ആക്കാം. ഞാനിവിടെ 2 ഭരണി എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്ലാസിൻ്റെ ഒരു ഭരണി എടുത്തിട്ടുണ്ട്, ഒന്ന് ഈ ഭരണി എടുത്തിട്ടുണ്ട്. അതിലൊഴിച്ചിട്ട് നോക്കാം. കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 2 ഭരണിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വയ്ക്കാം. ഇത് ഒന്നരാടം നമ്മൾ അതേ സമയത്ത് നമ്മൾ എത്ര മണിക്കാണ് ഇത് വെക്കുന്നത് എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇത് തുറന്നിട്ട് ഇളക്കിയിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ തുണി, ഒരു കോട്ടൻ്റെ തുണി കേട്ടോ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി വയ്ക്കും. ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മെല്ലെ കെട്ടാനും പാടുള്ളൂ, ടൈറ്റായി കട്ടരുത് കേട്ടോ, വേറെ പോകില്ല. എന്നിട്ട് ഇത് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം.
ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നരാട ഇളക്കി കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം.